ഫ്രണ്ട്സ്, അപ്പൊ കുറച്ച് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ഇന്നത്തെ 44ാമത്തെ ദിവസം ശ്രീതുവാണ് ക്യാപ്റ്റന്റെ അധികാരത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിൽ ആദ്യം പറയുന്നത് ഹൈജീനിക്കിനെ കുറിച്ചാണ്. ബാത്റൂമിൽ വൃത്തിയില്ല, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യുന്നില്ല, അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ വാളിൽ പാസ് ചെയ്യുന്നു, അത് വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ പോയി വന്ന ആളുകള് അതിനുശേഷം അടുത്ത ആള് കയറുന്നവർക്ക് ഛർദ്ദിക്കാൻ വരുന്നു. എന്താണ് ഇത്രമാത്രം ഇങ്ങനെ വൃത്തിയാകുന്നത്, പ്ലീസ് അത് സഹകരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ പറയുന്നത് ശ്രീരേഖയാണ്. സോ അപ്പൊ നമ്മള് വിചാരിക്കുന്നത് അതിനകത്തുള്ളവരെല്ലാം സെലിബ്രിറ്റികളല്ലേ, കാണാനെല്ലാം നല്ല ഭംഗിയുണ്ട്, മേക്കപ്പ് ഇട്ട് നിൽക്കുമ്പോൾ ഭംഗിയുണ്ട്, എല്ലാം ക്യൂട്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബാത്റൂമിനകത്ത് ക്യാമറ ഇല്ലാത്തടത്ത് കാണിക്കുന്നത് മുഴുവൻ ഇതുപോലത്തെ വൃത്തികേടാണ്. നോക്കൂ, അതിനകത്ത് പുറത്ത് വേറെ ആരും വരുന്നില്ല. അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു തവണ ഫ്ലഷ് ചെയ്ത് അത് പിന്നെ അത് വൃത്തിയായിട്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ഇവർ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. ഒരാളോ രണ്ടാളോ ചെയ്താലും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടച്ച് പറയുമ്പോൾ ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഈ കാണുന്ന പ്രേക്ഷകർ കാണുന്നത് ഈ മൊത്തം സെലിബ്രിറ്റികളാണ്, ഇവർക്ക് ഇത്രയും വൃത്തിയുള്ളോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇവർ ഇത്രയും വൃത്തികേടാക്കുന്നു, ഇവർക്ക് ബോധമില്ലേ എന്ന് തന്നെയല്ലേ ധരിക്കുക. അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്നത് ബാത്റൂം വാളിലൊക്കെ ആകുന്നു എന്നുള്ളത്, ആ ഒരു കാര്യത്തിൽ എനിക്ക് ലേഡീസൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാത്റൂം വാളിലാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ആൺ പ്രജകളാണെങ്കിൽ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ആര് ചെയ്തു എന്നുള്ളത് ആരും വെളിയിൽ വന്ന് പറയില്ലല്ലോ, അല്ലെങ്കിൽ ഞാനാണ് എന്ന് ആരെങ്കിലും കുറ്റം സമ്മതിക്കോ? ഇല്ല. സോ അപ്പൊ പറയുമ്പോൾ എല്ലാവരും അടച്ച് പറയേണ്ടതായിട്ട് വരുന്നു. അപ്പൊ നമ്മളിപ്പോ ലൈവില് വീണ്ടും കാണുന്ന എന്താന്ന് പറഞ്ഞാൽ, ഈ സീസൺ 6 ഇപ്പൊ ഉള്ള കണ്ടസ്റ്റന്റുകൾക്കിടയിൽ ഒരു തരത്തിലും വൃത്തിയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത്രയും ബാത്റൂമിനെ കുറിച്ച് കംപ്ലൈന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലാണ് മറ്റുള്ളവർ ചെരുപ്പിടാതെ പോയിട്ട് അതുപോലെ തിരിച്ചു കയറി വന്ന് സോഫയിലും മറ്റെവിടെയൊക്കെ ചവിട്ടുന്നത്. അപ്പൊ എത്രമാത്രം വൃത്തികേടാണ് അതിനകത്ത്. എല്ലാവരും മേക്കപ്പ് ഇട്ട് പളവളപ്പിലാണൊക്കെ കാണുന്നത്, പക്ഷെ വൃത്തി എന്ന് പറയുന്നത് ഇല്ല. ആരൊക്കെ 1-2 പേര് ചെയ്തു എന്ന് തന്നെ വെക്കും, പക്ഷെ നമ്മൾ കാണുന്നത് എല്ലാവരും സെലിബ്രിറ്റികളാണ്. അപ്പൊ മൊത്തത്തിൽ പറയുമ്പോൾ ആർക്കും വൃത്തിയില്ല. അതെല്ലാം ഇനിയെങ്കിലും കണ്ടു അറിഞ്ഞ് ചെയ്താൽ കൊള്ളാം. ഒരുപക്ഷെ ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്തവരായിരിക്കാം. പിന്നെ എന്തിനാ ബിഗ് ബോസ് വീട്ടിലകത്ത് വരുന്നത്? ഒരു ടീമായിട്ട് ജോബ് തിരിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ടീം അവർ ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്തിട്ട് പോയിക്കൂടെ? ഒരു സാമാന്യം ഒരു മാനേഴ്സിൽ ഒരു കോമൺ സെൻസ് ഇല്ലേ? ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരണം എന്നുള്ളത് ഇല്ലേ? അവനവന്റെ വീട്ടിൽ ചെയ്ത് ശീലം ഉണ്ടാവില്ല. അപ്പൊ ഇത് അത് സിബിൻ അന്ന് ഒരു സ്കിറ്റ് ചെയ്ത പോലെ ഇത് ചെയ്യാൻ ഒരു ടീം ഉണ്ടല്ലോ, മറ്റുള്ളവർ ചെയ്യുമല്ലോ എന്നുള്ളതായിരിക്കും. സോ എന്തായാലും അത് വളരെ മോശമായി പോയി. ഇത് പ്രേക്ഷകർ കാണുന്നതാണ് എന്നുള്ള അറ്റ്ലീസ്റ്റ് ബോധമെങ്കിലും വേണം. വളരെ മോശമായി പോയി. രണ്ടാമതൊരു കാര്യം, മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിൽ ജിൻഡോയ്ക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി എന്താണെന്ന് പറഞ്ഞാൽ, മൊത്തത്തിൽ വീട്ടിന്റെ കാര്യത്തിൽ ഈ ടിഷ്യൂ പേപ്പർ അവിടെ ഇവിടെയൊക്കെ തുടച്ചിട്ടിരുന്നത്, ഈ കുടിച്ച കപ്പുകൾ ഇങ്ങനെ അവിടെ ഇവിടെ വെക്കുന്നത്, അവനവൻ്റേത് അവനവൻ വൃത്തിയാക്കണം എന്നുള്ളതൊക്കെ ഇവർ നേരത്തെ പറഞ്ഞിരുന്ന ആ റൂളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ചില ആളുകൾ അത് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും വേറൊരാൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടാസ്കോ എന്തെങ്കിലും വരുമ്പോൾ അവിടെ വെച്ചിട്ട് പോകുന്നു. മറവി സ്വാഭാവികം. സോ അപ്പൊ അത് ഇന്നത്തെ മീറ്റിംഗിൽ ജിൻഡോ അത് ഉന്നയിക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ശ്രീതു എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഒക്കെയാണ്. പക്ഷെ ഈ ജിൻഡോ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അത് രശ്മിനെ കുറിച്ചിട്ടാണ് ആ ഒരു കുറ്റം ആരോപിക്കുന്നത്. രശ്മിനെ അത് സമ്മതിക്കുകയും ചെയ്തു. ആ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചത് ഞാനാണ് എന്നുള്ളത് സമ്മതിക്കുകയും ചെയ്തു. സോ അപ്പൊ ജിൻഡോ ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയാനായിട്ട് ക്യാപ്റ്റന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് ആയിട്ട് വെക്കുമ്പോഴത്തേക്കും ശ്രീതു അവിടെ കാണിച്ച് എനിക്ക് ഓവർ സ്മാർട്ടായിട്ട് തോന്നി. കാരണം പരാതി പറഞ്ഞത് ജിൻഡോ ആയതുകൊണ്ട് ശ്രീതുവിന് അത് കേൾക്കാൻ താല്പര്യമില്ല. മതി അവിടെ ഇരിക്കും, അതൊക്കെ എനിക്കറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അതുപോലെ പറയുന്നുമുണ്ട്. അപ്പൊ ജിൻഡോന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ശ്രീതു അത് ചെവി കൊടുത്ത് കേട്ട് അതിനെ പ്രശ്നം പരിഹരിച്ചേനെ. സോ ജിൻഡോ ആയതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ തോന്നി. മറ്റുള്ളവരൊക്കെ ജിൻഡോന്റെ അടുത്ത് അങ്ങനെയാണ് കാണിക്കുന്നത്, മറ്റുള്ള എല്ലാവരും അല്ല, കുറച്ചു പേര്. അതേപോലെ ജിൻഡോ ഒരു പരാതി പറഞ്ഞു, അത് കേൾക്കാൻ പോലും എന്താ പറയാ ശ്രീതു കാണിക്കുന്നില്ല. അല്ലെങ്കിൽ മതി നിർത്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, അപ്പൊ ഇത് എനിക്കറിയും എന്ന മട്ടൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഒരു ക്യാപ്റ്റനെ കഴിഞ്ഞ നീതി ന്യായം ഒരു കംപ്ലൈന്റ് വന്നാലും എല്ലാവർക്കും ഈക്വലാണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് അയാൾ പറയുന്നത് മുഴുവൻ കേട്ട ശേഷം അത് വേണോ വേണ്ടിയോ അത് എന്താണെന്ന് പരിഹരിക്കാനുള്ളത് ആ ഒരു മനസ്സ് അവിടെ ശ്രീതു കാണിച്ചില്ല. അത് എനിക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നി, ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി.
അതേസമയം അതിനുശേഷം അവിടെ പവർ ടീം വന്നു. അത് എന്താണെന്ന് കേട്ടു. ആ കേട്ടല് അപ്സര പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ റൂമിൽ വേസ്റ്റ് ബിന്നില്ലായിരുന്നു, അപ്പൊ ഞങ്ങളിങ്ങനെ ഒരിടത്താണ് എടുത്തു വെക്കുന്നത്, അത് ഞങ്ങൾക്ക് അറിയായിരുന്നു. ആ സമയത്ത് അത് നമ്മളെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ റൂം മാറുന്ന സമയത്ത് തിങ്സ് എല്ലാം എടുക്കുമ്പോൾ അത് മാറ്റി വെച്ചതാണെന്ന്. അത് രശ്മിനും അത് അംഗീകരിച്ചു, എല്ലാം ചെയ്തു. അപ്പൊ ഇനി അവർ ആ തെറ്റ് ആവർത്തിക്കില്ല എന്നും പറഞ്ഞു. അത് ബുദ്ധിപൂർവ്വം അവിടെ പവർ ടീം വന്ന് അതവിടെ സോൾവ് ചെയ്തു. അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രീധുവിന്റെ അടുത്ത് ആ പരാതി വരുമ്പോൾ ശ്രീധു അത് സോൾവ് ചെയ്യേണ്ട വ്യക്തിയാണ്. അപ്പൊ അവിടെ പാർഷ്യാലിറ്റി തുടക്കം തന്നെ പാർഷ്യാലിറ്റി കാണിച്ചു അവിടെ ശ്രീധു. അതുപോലെ തന്നെ പവർ ടീം വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. കാരണം ശരണ്യ എന്താ പറയുക, സിബിന്റെ കൂടെ നിന്ന് ശരണ്യയും ഋഷിയും അവരെ കൂടെ നിന്ന് സിബിൻ എങ്ങനെയാണ് പവർ ടീം അധികാരം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇവരെ ഉൾപ്പെടുത്തി ചെയ്തെന്നുള്ളത് മനസ്സിലാക്കി. അതേപോലെ തന്നെ പുറത്തുള്ള എല്ലാവർക്കും മനസ്സിലായി പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ അധികാരം ഇനി ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ അവർ കൊണ്ടുവന്ന തീരുമാനം ഈ കുടിച്ച കപ്പുകൾ അവിടെ എവിടെയും വെച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ മറന്നു എന്ന് പറയും. എടുത്താളും മറക്കും, വെച്ചാളും മറക്കും. അപ്പൊ ഇനി ആര് കണ്ടാലും എടുത്തുകൊണ്ടുപോയി വെക്കണം. ഇങ്ങനെ പൊതുവായിട്ടുള്ള ഇടത്ത് അങ്ങനെ കുടിച്ച കപ്പുകൾ ഇടരുത്. ഇനി ഇട്ട് കഴിഞ്ഞാൽ നല്ല പണിഷ്മെന്റ് കിട്ടും എന്നുള്ളതാണ്. പണിഷ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ പവർ ടീം പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ ചെയ്താലും മൊത്തം കപ്പുകൾ എടുത്തു കൊണ്ടുപോയി പവർ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂട്ടി വെക്കും. ഇനി കിട്ടില്ല, ആർക്കും കിട്ടില്ല. അത് വളരെ നല്ല കാര്യം. അത് പറയുന്നത് ഗബ്രിയാണ്. എനിക്കത് നന്നായിട്ട് തോന്നി. കാരണം വേണം, ഒരാൾ തെറ്റ് ചെയ്താലും നീയും ഞാനും കണ്ടില്ല കേട്ടില്ല, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറ്റം സമ്മതിക്കാൻ പോകുന്നില്ല, തമ്മിൽ തല്ലാനേ നേരമുള്ളൂ. ആ ഒരു സമയത്ത് ഇതുപോലെ പവർ ടീം അടുത്ത ഒരു പ്ലാൻ കൊണ്ടുവന്ന് ഈ കപ്പുകൾ മൊത്തം എല്ലാവർക്കും ഒരാൾ ചെയ്താലും ഇനി ആർക്കും കിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം പേർക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചാൽ പവർ വീട്ടിൽ ആർക്കും കയറാനും പറ്റില്ല, ഇനി ഇവർക്ക് കുടിക്കാൻ കപ്പും കിട്ടില്ല. അത് ഇനി ഒരു പരാതിയായി ആരും കൊണ്ടുവരരുത്, അടുത്ത സ്റ്റെപ്പ് ഞങ്ങളത് ചെയ്യുമെന്ന് അവരവരുടെ നിയമം അങ്ങ് പാസ്സാക്കി. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ ഒരു 3 കാര്യങ്ങൾ, അതുപോലെ ബാത്റൂമിന്റെ ഹൈജീനിക്ക്, അതുപോലെ എല്ലാം വളരെ കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.